എന്റെ കർത്താവേ കാത്തുരക്ഷിക്കണേ. മത്തായി ചേട്ടാ, മിറ്റത്തെന്താ ഒരു പന്തല്? മിറ്റത്തല്ലാതെ പിന്നെ പെരക്കകത്ത് പന്തലിടാൻ പറ്റുമോ? പത്രമിട്ടിട്ട് പോകാൻ നോക്ക്. അവരിട്ടത് പത്രമാണോ അതോ ബോംബാണോ? കത്തിപ്പൂടി കത്തിപ്പൂടിടാ കണ്ണാള കണ്ടപ്പടി കത്തിപ്പൂടിടാ. ഒക്കെ ചെയ്യാം. തെറ്റി പിടിക്കുക, കാലെ പിടിക്കുക, ഉമ്മൊക്കെ എന്ത് വേണമെങ്കിലും ആരാണെങ്കിലും മുന്നിലേക്ക് പോകും. ഇവിടെ ശബ്ദം. ഹലോ ഹലോ മത്തായി ചേട്ടാ, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. സോറി, താങ്ക് യു. മത്തായി ചേട്ടൻ എന്നെ മനസ്സിലായോ? പിന്നെ ശബ്ദം കേട്ടപ്പോ തന്നെ മനസ്സിലായി നിന്നെ എനിക്ക് ഒരു പരിചയമില്ല. നീ ഏതാടാ? മറിയാമ്മൻ ചേട്ടത്തി ഡയലോഗ് തന്ന ശിവദാസന്റെ മകൻ വേണോ? ആടാ വേണുവേ. നീ ഇപ്പൊ എന്ത് ചെയ്യണ? 2002 ബിസിനസ് തുടങ്ങി. മച്ചടി കയറ്റുവാ. ബിസിനസ്സാ? നല്ല കടം. അപ്പൊ നമ്മുടെ ജോലിക്കുട്ടീന്ന് വരുമെന്ന് പറഞ്ഞേ ഒരു UK വിസയുടെ കാര്യം അറിയാൻ വേണ്ടിയാ. എപ്പോ വരും? എന്റെ മറിയുടെ വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാൻ ഇന്ന് തന്നെ മക്കളൊക്കെ വരും. മോനും വാ. 7:30 ഒരു ലാസ്റ്റ് ബസ് ഉണ്ട്. അത് കഴിഞ്ഞാലോ? 8-നും 8:30 ഓരോ ലാസ്റ്റ് ബസ് വീതമുണ്ട്. ഏതെങ്കിലും ഒന്നിന് കയറി വരാൻ പറ്റുമെന്ന് നോക്ക്. പറ്റും, ഇല്ലെങ്കിൽ പറ്റിക്കും. പറ്റിക്കൊന്നു മറിയേ. എടി മറിയാമേ, നീ വൈബ്രേറ്റർ ഇട്ട മൊബൈൽ പോലെ തുള്ളിക്കടിക്കണം എന്തിനാണ് മറിയേ? സന്തോഷം കണ്ട് ഇന്ന് നമ്മുടെ വെഡിങ് ആനിവേഴ്സറി അല്ലയോ? അതെ, വെഡിങ് ആനിവേഴ്സറിയാ. അല്ലാതെ നീ പഠിക്കണ സ്കൂളിൽ ആനിവേഴ്സറി അല്ല ഡാൻസ് കളിക്കാൻ. ഇങ്ങനെ തുള്ളി കളിച്ച് നടക്കുന്നതുകൊണ്ടാ എന്നെ കണ്ടാ ഇപ്പോഴും ചെറുപ്പം തോന്നുന്നത്. ഒന്ന് ഡൈ ചെയ്തൂടെ മനുഷ്യ? ഇന്ന് ഞാൻ ഡൈ ചെയ്താൽ നാളെ നീ വിധവയാ. മുടി കറുപ്പിക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. എടി, ഞാൻ താടി മുടിയും കറുപ്പിച്ച് ഇവിടെ നിൽക്കണേ കണ്ട് നിന്റെ മക്കള് വന്നാൽ അവര് സംശയിക്കും. അമ്മച്ചിയുടെ കൂടെ നിൽക്കണ ഈ ഷാരൂഖ് ഖാൻ ഏതാ? ഈ ആട്ടണ്ട. കല്യാണത്തിന് മുമ്പ് ആപ്പിള് പോലെ ഇരുന്ന ഞാനാ. ഇപ്പഴാ നിപ്പിള് പോലെ ആയത്. അമ്മച്ചി അപ്പച്ചന്റെ ചുമ എനിക്ക് കേൾക്കാൻ വയ്യ. ഇത്ര ഒച്ചത്തിൽ ചുമച്ചിട്ട് നിനക്ക് കേൾക്കാൻ വയ്യെന്ന. തണുപ്പുകാലം ഒന്ന് തുടങ്ങിക്കോട്ടെ. അപ്പ തുടങ്ങും ഒരു ചുമ. ഒരൊറ്റ ചുമയ്ക്ക് അകത്തിരിക്കുന്ന ചെമ്പുകാലം വരെ കിരിങ്ങും. നിക്കറിടാതെ നടന്നിരുന്നു. ഇത്ര കാര്യമല്ല മനുഷ്യ പറഞ്ഞത്. ഞാൻ തണ്ണിക്കെട്ടിന്റെ കാര്യം പറഞ്ഞത്. ഇപ്പഴേ നോക്കിയേ, കോട്ടും ടൈയും പത്രാസനായി. എടാ തണ്ണിക്കുട്ടി, ഈ ടൈക്ക് എന്നാ വില വരും? ഇവിടുത്തെ ഏകദേശം 6000 രൂപ വരും മമ്മി. 6000 രൂപ ഉണ്ടെങ്കിൽ നിനക്കൊരു കളർ TV മേടിച്ചൂടെ? വാങ്ങാം. പക്ഷെ TV വാങ്ങാൻ കഴുത കെട്ടി തൂക്കിടാൻ പറ്റില്ലല്ലോ. നല്ല മണം. ഇത് എന്തിന്റെ മണമാണ്? അതൊരു സെന്റിന്റെ മണമാണ്. ഒരു സെന്റിന് ഇത്ര മണമാണെങ്കിൽ 2 ഏക്കറിന് എന്നാ മണമായിരിക്കും? ഭയങ്കര മണമായിരിക്കും മറിയേ. ബൈ ദ ബൈ, എന്താ പേര്? മത്തായി. അല്ല അപ്പച്ച. ഈ അപ്പച്ചാന്ന് വിളിച്ച് പേര് മറന്നുപോയി. മിസ്റ്റർ മത്തായി. അല്ല മിസ്റ്റർ അപ്പച്ചൻ. നമ്മുടെ വീടിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് വളരെ പൊക്കത്തിലുള്ള ചെടി ഇങ്ങനെ ഉരുണ്ട കായ്ക്കിട്ട് എന്താണത്? അതാണ് തെങ്ങ്. അതിന്റെ തൊട്ട് താഴെ വലിയൊരു കുഴി. അതാ കിണറ്. അമേരിക്കയിൽ ഇതൊന്നുമില്ല. കുവൈറ്റിൽ കമ്പി വന്നിരുന്നു. കുറച്ച് മണലും സിമന്റും കൂടെ വന്നിരുന്നെങ്കിൽ അടുക്കളുടെ പണിയൊന്നും തീർക്കായി. റാണികളുടെ കമ്പി വന്ന കാര്യമാണ് പറഞ്ഞത്. നമ്മുടെ വെഡിങ് ആനിവേഴ്സറിക്ക് അവര് വരത്തില്ലെന്ന്. ജോണിക്കുട്ടി ഇന്ന് ലണ്ടൻ എത്തി. അല്ല, ലണ്ടനിൽ നിന്ന് ജോണിക്കുട്ടി എത്തി. ജോലിക്കുട്ടിയേ, കൊല്ലങ്ങൾ കൂടി കാണുന്നതല്ലേ, നീ കെട്ടിപ്പിടിച്ച് സന്തോഷിക്കട്ടെ. ഞാൻ വരുന്നതിന് മുമ്പ് തന്നെ ഇവിടെ വന്ന് അച്ഛനെ അമ്മയെ സോപ്പിട്ട് സ്വത്ത് മുഴുവൻ കൈക്കലാക്കാനുള്ള പരിപാടിയായിരുന്നു. അല്ലടാ, അനാവശ്യം പറയരുത്. കടയിൽ മുദ്രപത്രം വാങ്ങിക്കുന്ന പോലെ എന്റെ ഉള്ളിൽ അങ്ങനെ ഒരു ചിന്തയില്ല. പിന്നെ എന്തിനാണ് നേരം എടുക്കുമ്പോ തന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? നിനക്ക് ആദ്യം അങ്ങോട്ട് കെട്ടിയെടുക്കാൻ പാടില്ല. ഒന്നുമില്ലെങ്കിൽ ഈ വീട്ടിൽ ഞാനല്ലടാ മൂത്തത്. നീ മൂത്തതല്ല, നീ മൂത്തതാ. എന്നെക്കാളും മൂത്തതല്ലടാ നിന്റെ ഭാര്യ. അച്ഛപ്പ അല്ല അപ്പച്ച, എനിക്കൊന്ന് ഒറ്റയ്ക്ക് സംസാരിക്കണം. ശ്രദ്ധിച്ച അകത്ത് പോ. മറിയേ, അകത്ത് ഓടി. ഞാനും അകത്ത് പോവുക. നീ ഒറ്റക്ക് നിന്ന് കൊതി തീരുവോളം സംസാരിക്കാം. തീരുന്നു ഒരു സിഗരറ്റ് തന്നാ മതി. ഞാനിപ്പോ ഓടി എത്തിക്കുന്നു. നിങ്ങൾ അവനെ വിഷമിപ്പിക്കാതെ. പാവം എന്റെ മോൻ, അവനാകെ കറുത്ത് കോലം കെട്ടുപോയി. അത് ക്ലൈമറ്റ് പിടിക്കാനിട്ടാ. അതങ്ങനെയാ. പാസ്പോർട്ടും വിസയും ഒക്കെ ഉണ്ടെങ്കിൽ ക്ലൈമറ്റ് എന്നല്ല ആരും പിടിക്കില്ല.
എങ്ങനെയുണ്ടോ നിന്റെ ലണ്ടൻ ജീവിതമൊക്കെ? ഒന്നും പറയണ്ട. എന്നാ പറയണ്ട. അതല്ല പറയാം. അതെ അങ്ങനെ. അവിടുത്തെ മലയാളികൾ തമ്മിൽ യാതൊരു ഐക്യവുമില്ല. ഇന്നലെ തന്നെ ആ മാഞ്ചസ്റ്റർ ജംഗ്ഷനിലെ മുറുക്കാങ്കടയുടെ അടുത്ത് വെച്ച് ഒരു മലയാളിയെ 8-10 സായിപ്പന്മാരെ കൂടെ പട്ടിയെ തല്ലുന്ന പോലെ തല്ലിയിട്ടും ഒറ്റ മലയാളി പോലെ തിരിഞ്ഞു നോക്കില്ല. അറിയോ? നീ ഒരു മലയാളിയല്ലേ, അപ്പൊ നിനക്ക് ചോദിക്കായിരുന്നില്ലേ? അത് ശരി, ഞാൻ നിന്ന് അടി കൊള്ളുകയും ചെയ്യണം, ഞാൻ തന്നെ അത് ചോദിക്കുകയും ചെയ്യണം. നമ്മൾ 4 പേരും കൂടെ എന്തോ ചെയ്യാനാ? നമ്മൾ 4 പേരും അല്ല, ദാ ഇരിക്കണവരെ കണ്ടില്ലേ, അവരൊക്കെ ഞങ്ങൾ വിളിച്ചിട്ട് വന്നവരാ. വെഡിങ് ആനിവേഴ്സറി നമുക്ക് കുപ്പി പൊട്ടിക്കണ്ടേ? കുപ്പി പൊട്ടിക്കണായിരുന്നോ? എന്തോരം കുഴമ്പിന്റെ കഷായത്തിന് കുപ്പി അതേ അപ്പുറത്ത് കിടക്കുന്നത്. എന്റെ മോനെ ഇഷ്ടം പോലെ തല്ലി പൊട്ടിച്ചു. എന്റെ അമ്മച്ചി, ഞങ്ങൾ നേരം വെളുക്കണവരെ വെള്ളം അടിക്കാൻ പോകുന്നു. നേരം വെളുക്കണവരെയോ ഉച്ച വരെയോ വെള്ളം അടിച്ചോ. പക്ഷെ അതേ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കണം, മോട്ടർ കേടാക്കരുത്. ആ വെള്ളമടിയല്ല ഈ വെള്ളമടി. വൈകിട്ട് എന്താ പരിപാടി? ആ പരിപാടി കണ്ടോ, അപ്പച്ചന് കാര്യം പിടിയിട്ട്. അതുകൊണ്ടാണ് അപ്പച്ചന് വേണ്ടിയിട്ട് ഞാൻ 2 ജോഡി വാങ്ങുന്ന ഫുള്ള് ലണ്ടനിൽ നിന്ന് കൊണ്ടുവന്നത്. അപ്പച്ചൻ അതൊന്നും ഒരു പ്രശ്നമല്ല മക്കളെ. നിങ്ങൾ ഇങ്ങോട്ട് വന്നല്ല, അത് തന്നെ സന്തോഷം. എന്റെ പൊന്നു മോനെ, നീ വരുന്ന വഴിക്ക് പ്ലേറ്റിൽ എന്തെങ്കിലും തകരാറ് സംഭവിച്ച് എന്താ മോൻ അപ്പച്ചാ കൊണ്ടുവന്ന കുപ്പിയെക്കാരും പൊട്ടിപ്പോയിരുന്നെങ്കിൽ ഞാൻ പ്രാതി കൊന്നേനെ. എന്തിനാ അമ്മച്ചി? നമുക്ക് ഒരുമിച്ചിരുന്ന് TV കാണാം. ഇപ്രാവശ്യത്തെ വിവാഹ വാർഷികം പത്രത്തിൽ കൊടുക്കണം. അതെന്തിനാ അപ്പച്ചാ? എന്റെ പൊന്നു മക്കളെ, ഞാൻ ഇത്രയും കാലം നിന്റെ അമ്മയുടെ കൂടെ ജീവിച്ചിരിപ്പുണ്ടെന്നുള്ള കാര്യം നാട്ടുകാരൻ അറിയട്ടടാ. അതൊക്കെ പോട്ടെ, ഇനി എന്താ അടുത്ത പരിപാടി? എന്തായാലും എന്റെ വെഡിങ് ആനിവേഴ്സറിയിൽ നമുക്ക് കേക്ക് മുറിക്കാം. എന്റെ പറമ്പിൽ തേക്ക് മുറിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. അയ്യോ, തേക്കല്ലടാ, കേക്ക്. കേക്കും തേക്കൊക്കെ മുറിക്കുന്ന കാര്യം അവിടെ നിൽക്കട്ടെ. ബാക്കി കാര്യങ്ങൾ എന്താണ് അപ്പച്ചനെ പറ്റി പറഞ്ഞു? അല്ല, എന്റെ പൊന്നു മക്കൾ സണ്ണിക്കുട്ടി എന്തോ ഉദ്ദേശിച്ചേ? എന്താ ഉദ്ദേശിച്ചോ? ഞാൻ ഉദ്ദേശിച്ചത് വേറൊന്നുമില്ല, നമ്മുടെ സ്ഥലം വീതം വെക്കുന്ന കാര്യം. തുറന്നു പറയാം, അപ്പൻ എന്നെ അറിയുന്ന ആള് ജീവിച്ചിരിക്കും തോന്നുന്നില്ല. അതുകൊണ്ട് ആ ഭാഗം വെപ്പങ്ങ് നടത്തണം. എന്റെ പൊന്നു മക്കളെ, അതെനിക്കറിയാം. അതുകൊണ്ട് അപ്പൻ അതെല്ലാം കരുതിക്കുട്ടി ചെയ്തു വെച്ചിട്ടുണ്ട്. ആ അപ്പച്ച, അപ്പച്ചന്റെ മൂത്ത മോനായ ഈ സണ്ണിക്കുട്ടിക്ക് അപ്പച്ചൻ എന്തൊക്കെയാ കരുതി വെച്ചേക്കുന്നത്? അപ്പച്ചന്റെ ഏറ്റവും ഇളയ മോനായ ജോഡിക്കുട്ടിക്ക് അപ്പച്ചൻ എന്തെങ്കിലും കാട്ടിക്ക് തന്നെങ്കിലേ പറ്റും. അയ്യോ, നിനക്ക് കട്ടിക്കും ഇവന് കനത്തിനുമുണ്ട്. എന്റെ മൂത്ത മോൻ സണ്ണിക്കുട്ടിക്ക് മൂന്നാറിലെ 350 ഏക്കർ റബ്ബർ എസ്റ്റേറ്റും കോതമംഗലത്തെ 280 ഏക്കർ തേയിലത്തോട്ടവും അടിമാലിയിലെ 2nd ക്ലാസ് തിയേറ്ററും. തന്നാ? എനിക്കാ? എന്റെ അപ്പച്ചാ, ജോഡിക്കുട്ടിയെ നീയല്ലേ പറഞ്ഞ അപ്പച്ചന്റെ ഒന്നുമില്ലെന്ന്? കണ്ടോ, അപ്പച്ചൻ ഇതൊക്കെ പൂത്തി വെച്ചേക്കാണ്. എന്റെ പുന്നാര അപ്പച്ചാ. അപ്പച്ചാ, ഇളയ മോൻ ജോഡിക്കുട്ടിക്ക് എന്തൊക്കെയാ അപ്പച്ച തരാൻ പോണത്? നിനക്കും ഒട്ടും കുറവില്ല. എറണാകുളം പാലാരിവട്ടത്തുള്ള 20 ഏക്കർ സ്ഥലം, അങ്കമാലിയിലെ പെട്രോൾ പമ്പ്, കാലടിയിലെ തുണിക്കട, പോരാഞ്ഞിട്ട് എന്റെ ബാങ്ക് ബാലൻസ് 50 ലക്ഷം രൂപ. സണ്ണിക്കുട്ടിയെ, എന്നാ നമ്മുടെ അപ്പച്ചൊരു പാവാടാ. അപ്പച്ച പാവാടയാണ്. അപ്പച്ചൊരു പാവാണെന്ന്. അപ്പച്ചൻ പാവാ. അപ്പച്ചൻ ഇതൊക്കെ തരാന്ന് പറഞ്ഞല്ലോ. അപ്പച്ചൻ എന്താ ഇല്ല ആലോചന